നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. ഇന്ന് ഇഡി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മുൻ അധ്യക്ഷ സോണിയ, പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ ഇന്നലെ ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നാഷണൽ ഹെറാൾഡ് യങ് ഇന്ത്യ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് നടന്നത് എന്ന് ഇഡി കുറ്റപത്രത്തിൽ പറയുന്നു. എന്ന് മാത്രമല്ല, യങ് ഇന്ത്യ അവകാശപ്പെടുന്നത് പോലെ യാതൊരു ജീവകാരുണ്യ പ്രവർത്തനവും നടന്നിട്ടില്ല. അവിടെയും ആയിരക്കണക്കിന് കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ ഇഡിയുടെ ഈ കണ്ടെത്തലുകൾക്ക് പ്രതിരോധം തീർക്കുന്നതിനായി ഇന്ന് കോൺഗ്രസ് ഒരു ഇഡി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറെ വിരോധാഭാസമായ സംഗതി. എന്തായാലും കോൺഗ്രസ് കടുത്ത പ്രതിരോധത്തിൽ തന്നെയല്ലേ ആകുന്നത്? രോഹിണി, നാഷണൽ ഹെറാൾഡ് കേസ് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിന്, വിശേഷിച്ച് നെഹ്റു കുടുംബത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കേസാണ്. അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു എന്നതാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നെഞ്ചിടിപ്പുണ്ടാക്കുന്ന കാര്യം. ഇന്നലെ ഡൽഹിയിലെ കോടതിയിൽ, റോസ് അവന്യൂ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഈ കുറ്റപത്രത്തിൽ പ്രധാന ആരോപണം ഉയരുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ തന്നെയാണ്, നെഹ്റു കുടുംബത്തിന് എതിരെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലാകുകയും ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ AICC ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകൾക്ക് മുന്നിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രതിഷേധം നടത്താനാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോൾ സംസ്ഥാന ഘടകങ്ങൾക്ക്, വിവിധ PCCകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്തുക്കൾ 2010 സോണിയാഗാന്ധിയും രാഹുലും ഒക്കെ ചേർന്ന്, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് 74% ഓഹരിയുള്ള യങ് ഇന്ത്യ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതായത് നാഷണൽ ഹെറാൾഡിൻ്റെ കോടിക്കണക്കിന് രൂപ സ്വത്തുക്കൾ ഈ യങ് ഇന്ത്യ തട്ടിയെടുക്കുമ്പോൾ നാഷണൽ ഹെറാൾഡിൻ്റെ ഏതാണ്ട് 5000-ഓളം വരുന്ന ഓഹരി ഉടമകൾക്ക് ഒരു കത്ത് പോലും എഴുതാതെയാണ് ഈ കൈമാറ്റം നടത്തിയത്. ഇതിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതാണ് ആരോപണം. BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയും ഈ കേസിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നത് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സോണിയയെയും അതുപോലെ തന്നെ രാഹുലിനെയും ഇഡി ചോദ്യം ചെയ്യുകയും അതിൽ നിന്നും നിരവധി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ ഇഡി ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ സോണിയയ്ക്കും അതോടൊപ്പം തന്നെ രാഹുലിനും ഈ നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്തുക്കൾ യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റിയതിൽ എത്രത്തോളം പങ്കുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭം എങ്ങനെയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഈ ചാർജ് ഷീറ്റിൽ പ്രധാനമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആകെ പ്രതിരോധത്തിലായ കോൺഗ്രസ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.